റഷ്യ യുക്രൈൻ യുദ്ധം പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചർച്ചകളിലൂടെ മാത്രമേ സമാധാനത്തിലേക്കുള്ള വഴി തെളിയൂ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. റഷ്യൻ സൈന്യത്തിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരെ വിട്ടയക്കുമെന്ന പുടിന്റെ ഉറപ്പ് ഇന്ത്യക്ക് നയതന്ത്ര നേട്ടമായി. റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വ്ളാദിമിർ പുടിൻ സമ്മാനിച്ചു. ഇന്ത്യയുമായി ദീർഘകാല എണ്ണക്കരാറിനുള്ള സാധ്യത പരിശോധിച്ചു വരികയാണെന്ന് റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നോവക് പറഞ്ഞു. ഇരുപത്തിരണ്ടാമത് റഷ്യ ഇന്ത്യ ഉച്ചകോടിയിൽ തിളങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തുറന്ന ചർച്ചകളിലൂടെ മാത്രമേ യുക്രൈൻ പ്രശ്നത്തിന് സമാധാനപരമായ പരിഹാരം കാണാനാകുകയുള്ളൂവെന്ന് ഉഭയകക്ഷി ചർച്ചകളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനോട് നരേന്ദ്രമോദി. റഷ്യ ഇന്ത്യയുടെ യഥാർത്ഥ സുഹൃത്താണ്. വരും വർഷങ്ങളിൽ ബന്ധം ഇനിയും ദൃഢമാകുമെന്നും മോദി പറഞ്ഞു. आज के वैश्विक वातावरण के परिप्रेक्ष्य में भारत और रूस की पार्टनरशिप और भी अहम हो जाती है. हम दोनों विश्वास रखते हैं कि वैश्विक स्थिरता और शांति के लिए निरंतर प्रयास करते रहना चाहिए. നയതന്ത്ര തലത്തിലും മോദിയുടെ സന്ദർശനം ഗുണം ചെയ്തു. റഷ്യൻ സൈന്യത്തോടൊപ്പമുള്ള ഇന്ത്യക്കാരെ വിട്ടയക്കുമെന്ന് പുടിൻ പ്രധാനമന്ത്രി മോദിക്ക് ഉറപ്പു നൽകി. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത മോദി റഷ്യയിലെ കസാനിൽ 2 പുതിയ ഇന്ത്യൻ കോൺസുലേറ്റുകൾ ആരംഭിക്കുമെന്ന് വ്യക്തമാക്കി. റഷ്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദി സെയിന്റ് ആൻഡ്രൂ ദി അപ്പോസൽ മോദിക്ക് സമ്മാനിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിലെ സേവനങ്ങൾ പരിഗണിച്ചാണ് ബഹുമതി. 2019 പുരസ്കാരം പ്രഖ്യാപിച്ചത്. ये सम्मान केवल मेरा सम्मान नहीं है, यह 140 करोड़ भारतवासियों का सम्मान है. ഇന്ത്യയുമായി ദീർഘകാല എണ്ണക്കരാറിനുള്ള സാധ്യത പരിശോധിച്ചു വരികയാണെന്ന് റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നോവക് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24.